നമസ്കാരം. കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക ക്ഷേമ മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള നമ്മുടെ രാജ്യത്തെയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെയും കർഷകർക്ക് അത്യന്തം സന്തോഷകരമായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ ഈ പുതുവർഷത്തിൽ ലഭ്യമാകുന്നത്. കാർഷിക മേഖലയിലെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള ഈ പദ്ധതിയുടെ 22ാമത് ഗഡു അത് വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ്. കേവലം സാമ്പത്തിക സഹായം എന്നതിലുപരിയായി കർഷകരുടെ ഉന്നമനം ലക്ഷ്യമാക്കി കാർഷിക യന്ത്രങ്ങൾക്കും മറ്റ് ആധുനിക ഉപകരണങ്ങൾക്കും വൻതോതിലുള്ള സബ്സിഡി ആനുകൂല്യങ്ങളും ഈ കാലയളവിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തത്തോടെ കർഷകരുടെ ഭവനങ്ങളിലേക്ക് ഈ സേവനങ്ങൾ എത്തിക്കുന്നതിനുള്ള വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 22ാമത് ഇൻസ്റ്റാൾമെൻറ്റ് വിതരണം 2026 ജനുവരി മാസത്തിൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ചില ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ പുറത്തുവരുന്നത്. പദ്ധതിയുടെ തുടക്കം മുതൽ ഇതുവരെ 21 ഗഡുക്കളിലായിട്ട് ഓരോ കർഷകനും 42,000 രൂപ വീതം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. പൂർണ്ണമായും തിരിച്ചടക്കേണ്ടാത്ത ധനസഹായമായിട്ട് സർക്കാർ നൽകുന്ന ഈ ഒരു തുക അത് കർഷകർക്ക് തങ്ങളുടെ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാവുന്നതാണ്. 22ാം ഗഡു കൂടി അക്കൗണ്ടിലേക്ക് എത്തുന്നതോടെ പദ്ധതി പ്രകാരം ലഭിച്ച ആകെ തുക 44,000 രൂപയായിട്ട് ഉയരും. ഈ തുക അർഹരായിട്ടുള്ള എല്ലാ കർഷകരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി സുതാര്യമായി ലഭ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് ഗുണഭോക്താക്കൾ ചില പ്രധാനപ്പെട്ട സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഇലക്ട്രോണിക് KYC അപ്ഡേഷൻ, ഭൂമിരേഖകൾ പോർട്ടലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ലാൻഡ് സീഡിങ്, ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മുൻപ് ഈ നടപടികൾ പൂർത്തിയാക്കിയവർക്ക് നിലവിൽ ഇപ്പോൾ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും സാങ്കേതിക പിഴവുകൾ ഒഴിവാക്കുന്നതിനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ KYC സ്റ്റാറ്റസ് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. ഔദ്യോഗിക പോർട്ടലായിട്ടുള്ള pmkisan.gov.in അതിൽ നിങ്ങൾ സന്ദർശിച്ച് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കണം. നിങ്ങളുടെ സ്റ്റാറ്റസ് പൂർത്തിയായി ഡൺ എന്ന് കൃത്യമായി ഉറപ്പുവരുത്തുക. ഏതെങ്കിലും കാരണവശാൽ വീണ്ടും KYC ചെയ്യണമെന്ന് നിർദ്ദേശമുണ്ടെങ്കിൽ ആധാർ അധിഷ്ഠിത OTP സംവിധാനം വഴി മൊബൈൽ ഫോണിലൂടെയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇത് വേഗത്തിൽ നിങ്ങൾക്ക് പൂർത്തിയാക്കാവുന്നതാണ്. പ്രധാനമായിട്ട് ധനസഹായത്തിന് പുറമെയായിട്ട് കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി SMAM എന്ന പദ്ധതി അത് വലിയൊരു മാറ്റത്തിന് വഴിതെളിക്കുകയാണ്. പുതുതായിട്ട് കൃഷിഭൂമി വാങ്ങിയവർക്കും നിലവിലുള്ള കർഷകർക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് അവസരമുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് 2025 ഡിസംബർ 31 ഇന്ന് മുതൽ ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായിട്ട് ഓൺലൈൻ പോർട്ടൽ തുറക്കുന്നതാണ്. വ്യക്തിഗതമായിട്ട് അപേക്ഷിക്കുന്ന കർഷകർക്ക് ഉപകരണങ്ങളുടെ വിലയുടെ 40% മുതൽ 50% വരെ സബ്സിഡി സർക്കാർ വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ കർഷക കൂട്ടായ്മകളായോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളായിട്ടോ അപേക്ഷിക്കുമ്പോൾ ഈ സബ്സിഡി നിരക്ക് അത് ഇതിലും വർദ്ധിക്കുമെന്നത് കൂട്ടായ കൃഷി രീതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഈ പദ്ധതി പ്രകാരം കൃഷിക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന യന്ത്രങ്ങൾ സബ്സിഡി നിരക്കിൽ സ്വന്തമാക്കാം. ഇലക്ട്രിക് മോട്ടോറുകൾ, പമ്പ് സെറ്റുകൾ, മണ്ണ് ഉരുക്കുന്നതിനുള്ള വിളവെടുക്കുന്നതിനുള്ള യന്ത്രങ്ങൾ, അതോടൊപ്പം തന്നെ ഏണികൾ തുടങ്ങി കാർഷിക വൃത്തിക്ക് അനിവാര്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. വാങ്ങുന്ന ഉപകരണത്തിൻ്റെ പകുതിയോളം തുക സബ്സിഡിയായിട്ട് ലഭിക്കുന്നതിനാൽ തന്നെ കർഷകർക്ക് വലിയ സാമ്പത്തിക ഭാരമില്ലാതെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യ കാർഷിക മേഖലയെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച വിതരണ കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമേ ഇത്തരം ഉപകരണങ്ങൾ വാങ്ങാവൂ എന്നും അവിടെ നിന്ന് ലഭിക്കുന്ന കൃത്യമായ രേഖകൾ സഹിതം അപേക്ഷിക്കണമെന്നും സർക്കാർ പ്രത്യേകം നിർദ്ദേശിക്കുന്നു. രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുന്ന ഡിസംബർ 31 തീയതി ഇന്ന് തന്നെ അർഹരായ കർഷകർ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. PM കിസാൻ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് അത് ഓട്ടോമാറ്റിക്കായി തുടരുമെങ്കിലും യന്ത്രവൽക്കരണ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനായിട്ട് പുതിയ അപേക്ഷ ഇവിടെ നിർബന്ധമാണ്. അപേക്ഷയോടൊപ്പം നിലവിലെ ഭൂനികുതി രസീത്, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കിൻ്റെ പകർപ്പ്, ഇനി അതുപോലെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ കരുതിയിരിക്കേണ്ടതാണ്. സർക്കാർ അംഗീകൃത ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ട അപേക്ഷകൾ കൃത്യസമയത്ത് സമർപ്പിക്കുന്നത് ആനുകൂല്യങ്ങൾ വളരെ വേഗത്തിൽ ലഭിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഇത്തരം സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് തുടർന്നും ലഭിക്കുവാനായിട്ട് കൃത്യസമയത്ത് ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാവരും പേജുകൾ ഫോളോ ചെയ്യുക. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.